Hello dear friends, welcome to Swadhiswaga Tutorials. Today we are starting with a new topic from the chapter Photosynthesis in Higher Plants, and the topic is Mechanism of Photosynthesis. So let's start. Okay, then move on to our topic, Mechanism of Photosynthesis, and we know photosynthesis have mainly two phases or step. First step is called light reaction. Light reaction is also called photochemical phase. Photochemical phase. And this dark reaction is also called biosynthetic phase. Biosynthetic phase. Okay, photochemical phase and biosynthetic phase. And then see the first step, that is light reaction. We know it is a light dependent phase. Okay, light അത്യാവശ്യമാണ്, must ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ആ step. And it occurs in grana. Chloroplastന്റെ ഗ്രാനയിൽ നടക്കുന്നു, and the product of this light reaction is ATP and NADPH, and they are energy form. നമുക്കറിയാം ATP NADPH are energy form. And what are the important steps of light reaction? Light reaction നടക്കുമ്പോൾ കറക്റ്റ് 1 by 1 ഓരോ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന ആ സ്റ്റെപ്പ് ജസ്റ്റ് ബ്രീഫ് ചെയ്യാണ്. ഫസ്റ്റ് ലൈറ്റ് അബ്സോർപ്ഷൻ. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, ഗ്രാനയിൽ നടക്കുന്നു, ആൻഡ് ഗ്രാന കണ്ടെയ്ൻ ദ പിഗ്മെൻറ്റ് ക്ലോറോഫിൽ അല്ലെ, ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ക്ലോറോഫിൽ ആൻഡ് അതർ അസസറി പിഗ്മെൻറ്റ്സ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഒക്കേഴ്സ്. Okay, so this is also called photolysis of water എന്ന് പറയും. Lysis means splitting, and it occurs in presence of light. Okay, water molecules split ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ H2O സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുന്നത്, ഹൈഡ്രജനും ഓക്സിജനും ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ, O2 + 4 ഇലക്ട്രോൺ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ അതിൻ്റെ കൂടെ ഇലക്ട്രോൺസും ഫ്രീ ആവുന്നു. അതാണ് വാട്ടർ മോളിക്യൂൾസിൻ്റെ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ്. ദെൻ നെക്സ്റ്റ്, ഈ ഓക്സിജൻ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഓക്സിജൻ എന്താ ചെയ്യുന്നത്, ഓക്സിജൻ റിലീസ്. ഓക്കെ, ആ ഓക്സിജനെ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നതാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ പുറത്തോട്ട് വരുന്ന ഓക്സിജൻ. The next is photophosphorylation. അതാണ് നമ്മൾ ഇവിടെ വേണ്ട കാര്യം. ദാറ്റ് ഈസ് ATP സിന്തസിസിന് പറയുന്ന പേരാണ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തസിസ് ഓഫ് ATP, ആൻഡ് മെയിൻലി ദ സിന്തസിസ് occurs in this chloroplast and in our mitochondria. Okay, അപ്പോൾ എവിടെയാണെങ്കിലും ATP സിന്തസിസിന് പറയുന്ന പേരാണ് ഫോസ്ഫോറിലേഷൻ, ആൻഡ് ഇഫ് ദിസ് ATP സിന്തസിസ് occurs in presence of light, then it is called photophosphorylation. Okay, then ATP സിന്തസിസ് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷനിൽ ATP ആൻഡ് NADPH അതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. The next important heading, that is photophosphorylation, and we know it is synthesis of ATP in presence of light. And here the synthesis occurs mainly by two types. First type is called non-cyclic photophosphorylation, and the second is called cyclic photophosphorylation. Okay, അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നോൺ സൈക്ലിക് സൈക്ലിക് എന്താണെന്നുള്ളത്. നോൺ സൈക്ലിക് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എൻഡ് ചെയ്യുന്നില്ല. സൈക്ലിക് മീൻസ് സ്റ്റാർട്ട് ചെയ്തെടുത്ത് എൻഡ് ചെയ്യും അല്ലേ, അതാണ് ഡിഫറൻസ്. Okay, of this two, first one non-cyclic photophosphorylation, അത് എന്താണെന്നുള്ളത് നോക്കാം. Okay, and this diagram represent non-cyclic photophosphorylation, and here ഈ ഡയഗ്രാം ഇതേപോലെ നിങ്ങൾ വരച്ച് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണ്, റിപ്പീറ്റ് ചോദിക്കുന്നതാണ്. ആൻഡ് ഹിയർ LHC മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. LHC ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് LHC. LHC മീൻസ് വാട്ട്, ദ മെയിൻ റിയാക്ഷൻ സെൻറ്റർ ആൻഡ് ദ അസസറി പിഗ്മെൻറ്റ്സ്. ഓക്കെ, ബാക്കിയുള്ള പിഗ്മെൻറ്റ്സും കൂടെ ചേരുന്നതാണ്. ആൻഡ് ദിസ് LHC, ആൻഡ് ഹിയർ യു ക്യാൻ സീ PS2. Okay, what is the meaning PS2? Photosystem 2. Photosystem 2 means here the LHCയിലുള്ള ക്ലോറോഫിൽ A അല്ലെ, അബ്സോർപ്ഷൻ സ്പെക്ട്രം എത്രയായിരിക്കും, 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിന് അബ്സോർബ് ചെയ്യുന്ന ക്ലോറോഫിൽ A ഉള്ള LHCക്കാണ് എന്ത് പറയുന്നത്, ഫോട്ടോസിസ്റ്റം 2. ഓക്കെ, സോ അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് അതാണ്. PS2 എന്ന് ഇവിടെ കണ്ടാൽ ഇവിടുത്തെ ക്ലോറോഫിൽ എന്റെ വേവ് ലെങ്ത് എത്രയാണ്, 680 നാനോമീറ്റർ. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് PS1. എഴുതുമ്പോൾ മാറിപ്പോവരുത്, PS2 ആദ്യമാണ്, PS1 പിന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കാം, 680 അല്ല, ഹിയർ 700 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ ലൈറ്റ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റെപ്പ് പഠിച്ച് ഓർമ്മിക്കാം. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റ് റേസ് വരികയാണ്, ഇതിനെ അബ്സോർബ് ചെയ്യാണ്, ഈ രണ്ട് ഭാഗത്തോട്ടും പോവാണ്. ദെൻ
അപ്പം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി അത് കഴിഞ്ഞു, അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇലക്ട്രോൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ ഉണ്ടാവുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓൾറെഡി റിലീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇലക്ട്രോൺ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസിനെ ഈ ഫസ്റ്റ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിലേക്കാണ് അത് വരുന്നത്. ദാറ്റ് ഈസ് നോക്കാം. ആൻഡ് ദിസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ occur in lamella of grana. ഗ്രാനയിൽ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, തൈലക്കോയിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഈ ലാമല്ലയിലാണത് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ആൻഡ് ഇൻ ദിസ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ബോത്ത് PS2 ആൻഡ് PS1 ഇസ് ഇൻവോൾവ്. അങ്ങനെ പറയാൻ കാരണം നമ്മൾ സൈക്ലിക് പഠിക്കുമ്പം അവിടെ ഒരാളെ വരുന്നുള്ളൂ. ഡിഫറൻസ് ആണ്. നോൺ സൈക്ലിക്കും സൈക്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഒന്നാണ്. ഹിയർ രണ്ടുപേരും PS2 ആൻഡ് PS1 ഇസ് ഇൻവോൾവ്. Then second, PS2 absorb light. Okay, ഇവിടെ ലൈറ്റ് എനർജീനെ PS2 അബ്സോർബ് ചെയ്യാണ്. ആൻഡ് ഇലക്ട്രോൺസ് ഓഫ് PS2 ഗെറ്റ് എക്സൈറ്റഡ്. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺ അല്ലെ, ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ ഓൾസോ ഒക്കേഴ്സ്. ആൻഡ് ഇലക്ട്രോൺസിന് വരുന്നു. ഈ ഇലക്ട്രോൺസ് ആണ് ഇവിടേക്ക് മൂവ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺസ് ഓഫ് PS2 ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് ജംപ് ടു ഹയർ എനർജി ഓർബിറ്റ്സ്. അപ്പോൾ ഇതിൽ നിന്ന് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടെ എത്തിക്കഴിയും. അതേസമയത്ത് ലൈറ്റ് എനർജീനെ കൂടെ അബ്സോർബ് ചെയ്യുമ്പം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? അത് എക്സൈറ്റഡ് ആൻഡ് ജംപ് ഇൻ ടു ഹയർ എനർജി ഓർബിറ്റ്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തോട്ട് പോകാൻ തുടങ്ങുകയാണ്, മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പം ഇവിടെ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരാളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഇലക്ട്രോൺസ് പിക്ഡ് അപ്പ് ബൈ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രോൺസ് അപ്പോൾ ഇവിടെ എത്തി, ഇവിടെ നിന്ന് മൂവ് ചെയ്തു, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രോൺസ് മൂവ് ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഇവിടെയായിട്ടാണ് ആരെ കാണിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് എൻ അപ്പ് ഹിൽ മൂവ്മെൻറ്റ്, മുകളിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് അല്ലെ, ഫ്രീ ആയിട്ട് താഴോട്ട് മൂവ് ചെയ്യാണ്. സോ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആകും. അവിടെ ഒരുപാട് ഫ്രീ എനർജി ഉള്ളത് കാരണം ഇവിടെ ഈ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് നടക്കുമ്പം ആണ് എന്ത് ചെയ്യുന്നത്? ദിസ് ADP അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് can easily bind with an inorganic phosphate and produce what? ATP. Okay, ATP synthesis നടക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ് സമയത്താണ് അത് നടക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ദിസ് ഇലക്ട്രോൺസ് അപ്പോൾ എവിടെയുള്ളത്? ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് എവിടെ എത്തി? PS1ൻ്റെ ദാറ്റ് ഈസ് LHCയിൽ എത്തിയിട്ടുണ്ട്. PS1 അല്ലേ? ആൻഡ് PS1 എത്തിക്കഴിഞ്ഞത് ഏത് പ്രോസസ്സാണ്? ഡൗൺ ഹിൽ പ്രോസസ്സ്. ആ സമയത്താണ് നമുക്കറിയാം ATP സിന്തസിസ് നടന്നത്. ഇനി ഇവിടെയുള്ള PS1 ദാറ്റ് ഈസ് 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ് എനർജി കിട്ടുമ്പം ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും എക്സൈറ്റഡ് ആയി മാറും ആൻഡ് ഹയർ എനർജി ഓർബിറ്റിലേക്ക് അത് മൂവ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഹിയർ ഓൾസോ നെക്സ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇസ് പ്രസൻറ്റ്. ഇയാൾ പിടിച്ചെടുക്കുകയാണ്. ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നു അല്ലേ? പിന്നെ അവിടെ നിന്ന് ഡൗൺ ഹില്ലായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴും ഡൗൺ ഹില്ലായി മൂവ് ചെയ്യുന്ന സമയത്താണ് സിന്തസിസ് നടക്കുക. ഡൗൺ ഹില്ലായി മൂവ് ചെയ്യുമ്പം ഇവിടെ അടുത്ത സിന്തസിസ് നടക്കുകയാണ്. ATP ഉണ്ടായതുപോലെ NADP എന്ന് പറയുന്ന ഒരാൾ എന്തായിട്ട് മാറുന്നു? അതിന് റിഡക്ഷൻ നടന്നു. ദാറ്റ് ഈസ് NADPH എന്ന് പറയുന്ന ഫോമിലായിട്ട് മാറുന്നു. ഓക്കെ, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. 1 NADPH ഈക്വൽ ടു 3 ATP. ഓക്കെ, അപ്പോൾ എനർജീൻ്റെ ഫോമാണ് രണ്ടും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം കാണുമ്പം വാട്ട് ഈസ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ, ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇതിലേക്കൊന്നും കൂടുതൽ ചിന്തിച്ച് കൺഫ്യൂഷൻ വരുത്തേണ്ട ആവശ്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഡയഗ്രാം വരച്ച് പഠിക്കുക. നോൺ സൈക്ലിക് എന്ന് പറയുമ്പോൾ ഈ ഡയഗ്രാം, സൈക്ലിക് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഡയഗ്രാം വരച്ച് പഠിക്കുക, ഡിഫറൻസ് മനസ്സിലാക്കുക. ഡയഗ്രാം വരച്ച് പഠിച്ചാൽ അതിൻ്റെ ബേസിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണെന്ന് ഇവിടെ നോൺ സൈക്ലിക് ആയിട്ട് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ATP സിന്തസിസ് നടന്നു ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ആൻഡ് യു ക്യാൻ സീ ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ്സ് വേ ഇസ് ആക്ച്വലി എ സെഡ് ടൈപ്പ് അല്ലേ? ഒരു സെഡ് ഓർ N എന്നൊക്കെ എഴുതിയ പോലെ ഉണ്ടാവുക. പക്ഷേ ഇതിനെ നമ്മൾ സെഡ് സ്കീം എന്നും കൂടെ പറയും. സെഡ് സ്കീം. ഓക്കെ, ആ ഇലക്ട്രോൺ പാത്ത് അതിൻ്റെ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് പറയുന്ന പേരാണിത് സെഡ് സ്കീം. ക്ലിയർ? നോൺ സൈക്ലിക്കിൻ്റെ പേരാണ് സെഡ് സ്കീം. ആൻഡ് ദെൻ ഗോ ടു ദ സെക്കൻഡ് ടൈപ്പ്, cyclic photophosphorylation. The next is cyclic photophosphorylation. Okay, then
It occurs in stroma lamella. എവിടെയാണ് നടക്കുന്നത്? Stroma lamellയിലാണ്. Stroma lamella means സ്ട്രോമയിൽ കാണുന്ന ഗ്രാനകൾ തമ്മിലുള്ള കണക്ഷനാണ് സ്ട്രോമ ലാമെല്ല അല്ലെ. അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് PS1 ഓൺലി. PS1 ഫോട്ടോ സിസ്റ്റം 1 മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഡയഗ്രാം നോക്കാം. ഹിയർ LHC എന്ന് പറയുമ്പം ഫോട്ടോ സിസ്റ്റം 1 മാത്രമാണ്. സോ ഇറ്റ് ഈസ് PS1. സോ ഹിയർ ദ നാനോമീറ്റർ ഇസ് 700 നാനോമീറ്റർ ആയിരിക്കും. ക്ലോറോഫിൽ ഇതിൽ LHCയിൽ കാണുന്ന ക്ലോറോഫിൽ A വിത്ത് 700 നാനോമീറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഫോട്ടോ സിസ്റ്റം 1. ദെൻ ഇവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സൺലൈറ്റ് ഉണ്ട്. സൺലൈറ്റ് ആരാണ് അബ്സോർബ് ചെയ്യുന്നത്? ഈ ഭാഗത്തോട്ട് അബ്സോർപ്ഷൻ നടക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഹിയർ PS1 ഓൺലി ആണുള്ളത്. PS2 ആൻഡ് NADP റിഡക്റ്റേസ് ആർ ആബ്സെൻറ്റ്. ദിസ് പോയിന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. PS2 ആൻഡ് NADP റിഡക്റ്റേസ് ആർ ആബ്സെൻറ്റ്. അവർ രണ്ടാളും പ്രസൻറ്റ് ആകുമ്പോൾ അതെന്താണ്? നോൺ സൈക്ലിക് ആയിട്ട് മാറും. PS2 ഈസ് ആബ്സെൻറ്റ്. ദാറ്റ് 680 നാനോമീറ്ററിൻ്റെ PS2 ആബ്സെൻ്റ് ആണ്. NADP റിഡക്റ്റേസ് ആബ്സെൻ്റ് ആണ്. ദാറ്റ് ഇറ്റ് ഈസ് ദ എൻസൈം ഫോർ ദ സിന്തസിസ് ഓഫ് NADPH. അപ്പോൾ ഈ എൻസൈം ആബ്സെൻ്റ് ആകുമ്പം NADPHൻ്റെ സിന്തസിസും അവിടെ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി ATP. ദെൻ ദ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ഡസ് നോട്ട് പാസ് ഓൺ ടു NADP ആൻഡ് ആർ സൈക്കിൾഡ് ബാക്ക് ടു PS1. അതാണ് നടക്കുന്നത്. ലിസൺ. അപ്പം ഇവിടെ ഇതേപോലെ തന്നെ ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് 700 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഗെറ്റ് എക്സൈറ്റഡ് ആൻഡ് മൂവ് ടു ഹയർ എനർജി ഓർബിറ്റ് ലെവൽ ആൻഡ് ദിസ് ഇലക്ട്രോൺ ഇസ് ആക്സെപ്റ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. നോൺ സൈക്ലിക് ആണെങ്കിൽ ഇത് പിന്നെയും ഇങ്ങോട്ട് പോയിട്ട് അവിടെ NADP സിന്തസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഇതാണ് എഴുതിയത്. ദ എക്സൈറ്റഡ് ഇലക്ട്രോൺ ഡസ് നോട്ട് പാസ് ഓൺ ടു NADP ആൻഡ് ആർ സൈക്കിൾഡ് ബാക്ക് ടു PS1. പക്ഷേ അവർ തിരിച്ച് എന്തിനാണ് ചെയ്യുന്നത്? തിരിച്ച് ഈ എങ്ങോട്ട് തന്നെ വരും. PS1 എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. ആൻഡ് ഹിയർ ഒക്കേഴ്സ് എ ഡൗൺ ഹിൽ മൂവ്മെൻറ്റ്. താഴോട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഫ്രീ എനർജി ഉണ്ടാവും. സോ ADP bind with the inorganic phosphate and form ATP. Okay, അപ്പോൾ ATP synthesis നടക്കും. There is no synthesis of NADPH. Okay, that is cyclic flow of electron. Here ATP synthesis occurs with the help of cyclic flow of electrons. This is called cyclic photophosphorylation. Very simple ആണ്. ഓർമ്മിക്കേണ്ട ഒരു കാര്യം, PS1 മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ, PS2 ഇല്ല. അതേപോലെ ATP synthesis ഓൺലി ആണ്, NADPH synthesis നടക്കുന്നില്ല. ആൻഡ് ദ സൈക്ലിക് എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണ്? ഇൻ സൈക്ലിക് മാനർ. ആൻഡ് ഇറ്റ് occurs in stroma lamella. The next is Chemiosmotic hypothesis, and it is a hypothesis to explain ATP synthesis in chloroplast. Okay, chloroplastile ATP synthesis explain ചെയ്യാനുള്ള hypothesis ആണിത്. And it requires a membrane system. അപ്പോൾ ഇത് explain ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. A membrane system വേണം. And here in this diagram you can see a membrane. Actually this is a thylakoid membrane. തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് എന്താണ്? ഗ്രാന ഫോം ചെയ്തിരിക്കുന്ന യൂണിറ്റ് ആണ് തൈലക്കോയിഡ് എന്നറിയാം. അപ്പോൾ ഒരു ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ ഓർമ്മിക്കുക, അതിനുള്ളിൽ ഗ്രാന, ദെൻ മാട്രിക്സ്, സ്ട്രോമ. അപ്പോൾ ഈ ഗ്രാനയിൽ നിന്ന് ഒരു തൈലക്കോയിഡ് മാത്രം എടുത്തിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി ചുറ്റുപാടുള്ള ഭാഗം, ഈ പുറം ഭാഗം എന്താണ്? ഔട്ടർ സൈഡ് സ്ട്രോമ. ഇത് സ്ട്രോമ പാർട്ടാണ്. ഈ സ്ട്രോമയിൽ തൈലക്കോയിഡ് നിൽക്കുക എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ മെംബ്രെയിൻ ഹിയർ ആൻഡ് ഇറ്റ് ഇസ് തൈലക്കോയിഡ് മെംബ്രെയിൻ ആൻഡ് എ പ്രോട്ടോൺ പമ്പ്. ഓക്കെ, പ്രോട്ടോണിനെ ഉള്ളിലോട്ട് കടത്തിയിടാൻ പമ്പ് ചെയ്യാനുള്ളൊരു ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിനെ പ്രോട്ടോൺ പമ്പായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് സൈറ്റോക്രോം B and F എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സൈറ്റോക്രോം B and F. എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് മീൻസ് വാട്ട്? ഹൈ പ്രോട്ടോൺ കോൺസെൻട്രേറ്റഡ് ഏരിയ ആൻഡ് ലോ പ്രോട്ടോൺ കോൺസെൻട്രേറ്റഡ് ഏരിയ. ആ ഒരു ഏരിയ ഡിഫറൻസ് ഉണ്ടാവണം. അതാണ് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ആക്ച്വലി ഇൻസൈഡ് ദിസ് പാർട്ട്, ദിസ് ഏരിയ ഈസ് കോൾഡ് ല്യൂമൻ ഓഫ് തൈലക്കോയിഡ്. ദിസ് ഏരിയ ഹാവ് ഹൈ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്. ഇതിനുള്ളിൽ പ്രോട്ടോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. എങ്ങനെയാണെന്നുള്ളത് പറയാം. കമ്പയറിംഗ് ടു ദ ഔട്ടർ സൈഡ് ദാറ്റ് ഈസ് സ്ട്രോമ. അപ്പോൾ കൂടുതലുള്ളൊരു സ്ഥലം, കുറവുള്ളൊരു സ്ഥലം എന്ന് കിട്ടി. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് കണ്ടീഷൻ ഓക്കെ. And need an enzyme for the synthesis of ATP. ATP synthesis ആണ്. And the enzyme is ATP synthase enzyme or ATPase എന്ന് പറയും. This structure represents ATP synthase enzyme, and this enzyme has mainly two parts. This part is called F0 and it is called F1. Okay,
and this F0 part is embedded in the membrane. Membrane embedded ആയിട്ടാണ് കാണുന്നത്. And F1 is protruded out from the lumen, that is to stroma. സ്ട്രോമയിലേക്ക് പുറത്തോട്ട് കാണുന്ന ഭാഗമാണ് F1. So it is ATP ACE enzyme, or you can say ATP synthase enzyme. ATP synthesis നടത്തുന്ന enzyme. Okay. Then next പറയാൻ പോകുന്നത്, ഇവിടെ ഈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഓർമ്മിക്കാം. അതിൽ ATP സിന്തസിസ് നടക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വരച്ചതുപോലെ ഇവിടെ നമ്മൾ PS2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. ഹിയർ ഇറ്റ് ഈസ് PS1. ഓക്കെ, ഈ ഡയഗ്രാം ഓർമ്മിക്കാം. PS2 PS1 വരുന്നത് നോൺ സൈക്ലിക്കിലാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്, remember this is a thylakoid membrane and it is the lumen. Inside the lumen proton gradient is high or concentration is high. പ്രോട്ടോൺ ഓർ H+ അല്ലെ, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രോട്ടോൺ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടാനുള്ള കാരണം? ഔട്ടർ സൈഡ് എന്താണ്? സ്ട്രോമ. ദെൻ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ലേ. വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഇലക്ട്രോൺസ്, ദെൻ പ്രോട്ടോൺസ്, H+ എന്ന് എഴുതിയിരുന്നു അവിടെ, ഹൈഡ്രജൻ അല്ലേ, ദാറ്റ് ഈസ് H+ അയോൺസ് ആണുള്ളത്, ആൻഡ് ഓക്സിജൻ. ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇങ്ങനെ നോൺ സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്യുന്നു. ദെൻ വാട്ട് അബൌട്ട് പ്രോട്ടോൺ? H+ന് എന്ത് സംഭവിക്കുന്നുണ്ട്? H+ ആ സമയത്ത് ഉണ്ടാവുമ്പം എല്ലാം കൂടെ ഗ്രാനയ്ക്കകത്തോട്ടാണ് കയറുന്നത്. ദാറ്റ് ഈസ് ഇതിനുള്ളിൽ കൂടെ ഗ്രാനയ്ക്കകത്തേക്ക് കയറും. അപ്പോൾ ഉണ്ടാവുന്ന H+ മൊത്തം ഇവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ NADPH സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ. NADPH എവിടെയായിരുന്നു? PS2 കൂടെ ഇങ്ങനെ പോയി ഇതിന് മുകളിൽ കൂടെ വന്ന് പിന്നെയും വന്ന് ഇങ്ങനെ പോകുമ്പം NADPH എന്ന് പറയുന്ന ഒരു ഫോമിലാവുന്നുണ്ട്. ആക്ച്വലി അത് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രോട്ടോണും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. NADPH+ H+ എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ്. ആ H+ഉം എന്ത് ചെയ്യും? ഇതിനുള്ളിൽ കൂടെ വരും. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടോൺ is always higher inside the lumen comparing to outside. Clear? അപ്പോൾ ഒന്നുകൂടെ പറയാം, a lumen വേണം, എന്താണെന്നുള്ളത് അറിയാം, thylakoid membrane, then a proton gradient, higher concentration here, lower concentration outside, then proton pump, you can see this cytogram BF, അതിനെ പമ്പ് ചെയ്യുന്നൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം, and an enzyme that is ATPase enzyme with F0 part and F1 part. Next point, proton gradient occurs in the lumen of the thylakoid. Okay, discuss ചെയ്തു. Next, proton gradient is broken when proton move from lumen to stroma through ATPase enzyme. Okay, ഈ സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് എന്താണ്? പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഇവിടെ ഹയർ ആയിട്ട് മാറുന്നു, ലോവർ ആണ് പുറത്ത്. അപ്പോൾ എപ്പോഴെന്താ സംഭവിക്കുക? ദിസ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താണെങ്കിലും കൂടുതലുള്ള സ്ഥലത്തു നിന്ന് കുറവുള്ള സ്ഥലത്തോട്ട് മൂവ് ചെയ്യും. ഹിയർ ദിസ് പ്രോട്ടോൺ ഓൾസോ മൂവ് ഫ്രം ദിസ് ഹയർ കോൺസെൻട്രേറ്റഡ് ഏരിയ ടു ദിസ് ലോവർ കോൺസെൻട്രേറ്റഡ് സ്ട്രോമ പാർട്ട് ത്രൂ ദിസ് ATPase enzyme. ATPase enzyme കൂടെയാണ് മൂവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ ഡൗൺ ഹില്ലായിട്ട് നോൺ സൈക്ലിക്കിൽ വരച്ചത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഗ്രേഡിയൻറ്റ് ബ്രേക്ക് ചെയ്യാണ് അല്ലേ. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ എനർജി ഫോർമേഷൻ നടക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് എനർജി ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, can easily bind with an inorganic phosphate and form ATP, that is adenosine triphosphate. Okay, അപ്പോൾ ATP synthesis നടന്നില്ലേ. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ആണെന്ത്? Chemiosmotic hypothesis. Hello dear friends, in this video we explained non-cyclic and cyclic photophosphorylation and chemiosmotic hypothesis, and I hope you all got the concept clearly. So please don't forget to like, share and subscribe this channel. Let's find it for today. See you in our next class.